ലഭിക്കാത്ത വിചാരണയുടെ നാളിൽ പ്രപഞ്ചമാസകലം തകർന്നൊടുങ്ങി അള്ളാഹു മരിച്ചുപോയ സർവരെയും അവന്റെ മുമ്പിൽ ഹാജരാക്കുന്ന അന്ത്യനാളിന്റെ നിമിഷം അവിടെ നിങ്ങൾ അള്ളാഹു കൊണ്ടുവരും. ഞങ്ങളെപ്പറ്റി അള്ളാഹു നിങ്ങളോട് ചോദിക്കും. അന്നൊരു മനുഷ്യന്റെ മുമ്പിൽ ഇമ്മാ ഇലാ ജന്ന വ ഇമ്മാ ഇലാ നാർ, ഒന്നുകിൽ നരകത്തിന്റെ വഴി അല്ലെങ്കിൽ സ്വർഗത്തിന്റെ വഴി. നരകമോ സ്വർഗമോ അല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങളിത് പരാതി പറയും. അള്ളാഹു നിങ്ങളോട് ചോദിക്കും. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഉമർ എന്നവരുടെ കണ്ണുകൾ നനയുകയായി. വീട്ടിലേക്ക് ഓടിച്ചെന്നു. എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കിട്ടിയില്ല എന്ന്. മഹാനവറുകളുടെ തോളിൽ ധരിക്കുന്ന ഒരു തലപ്പാവിന്റെ വസ്ത്രമുണ്ട്, രിദാ. എടുത്തിട്ട് പറഞ്ഞു, ഖുദ്ഹാ, ഇത് കൊണ്ടുപോയിക്കോളൂ. വേറൊന്നും തരാൻ എന്റെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതെടുത്ത് കൊണ്ടുപോയിക്കോളൂ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ആ നാളിനെ ഓർത്ത് ഞാൻ പേടിയിലാണ്. അള്ളാഹു നൽകുന്ന പ്രതിഫലമല്ലാതെ, അള്ളാഹു നൽകുന്ന ദാനങ്ങളല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ഞാൻ പേടിയിലാണ്. ഇമ്മാ ഇലാ ജന്നത്തിൻ വ ഇമ്മാ ഇലാ നാർ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ആ ഒരു നാളിനെ കുറിച്ച് ഉമറിന് പേടിയുണ്ട്. തരാനൊന്നുമില്ല, എന്റെ വസ്ത്രമാണിത്, കൊണ്ടുപോയിക്കോളൂ. നിങ്ങളുടെ മക്കൾക്കോ ഭാര്യക്കോ നിങ്ങൾ കൊടുത്തോളൂ, വേറൊന്നും എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പരലോകത്ത് കാണാമെന്ന് പറഞ്ഞപ്പോ പേടിച്ചെടുത്തു കൊടുത്ത ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉണ്ടായിട്ടല്ല, അവരൊന്നും അങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. മഹാനവറുകൾ ഉള്ളതിനപ്പുറം കൊടുക്കുന്ന മഹാനാണ്. പക്ഷേ ഇല്ലാതിരുന്നൊരു കാലത്ത് വന്ന് ചോദിച്ചപ്പോ പരലോകം പറഞ്ഞപ്പോഴേക്കും കരഞ്ഞുപോയി ഫാറൂഖ് റളിയല്ലാഹു തആല. മഹാനവറുകളാണ് ഒരു ഈത്തപ്പനത്തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ, യാ ഉമർ അൻത അമീറുൽ മുഅ്മിനീൻ, ബഖിൻ ബഖിൻ, ഉമറേ നീയാണല്ലേ അമീറുൽ മുഅ്മിനീൻ, നീയാണല്ലേ മുഅ്മിനീങ്ങളുടെ അമീർ. ബഖിൻ ബഖിൻ, തരക്കേടില്ലല്ലോ ഉമറേ. വല്ലാഹി ലതത്തഖിയന്ന അല്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പേടിക്കണം ഉമറേ. ഔ ലയുഅദ്ദിബന്നക അല്ലാഹ്, ഇല്ലെങ്കിൽ ഉമറേ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിനെ ഭയപ്പെടണേ ഉമറേ. നീയാണോ അമീറുൽ മുഅ്മിനീൻ, നീയാണോ മുഅ്മിനീങ്ങളുടെ നേതാവ്? ഒരു തോട്ടത്തിനുള്ളിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഇതിനെ പറയാണ്. ഒറ്റയ്ക്ക് ഇത് കേൾക്കുന്ന സഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആരോടായി ചോദിക്കുന്നത് അറിയോ? സ്വന്തം ശരീരത്തോട് വിചാരണ ചെയ്യാണ്. ഉമറേ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? ഓരോരുത്തർ അവനവന്റെ പേര് വിളിച്ച് സ്വയം ആക്ഷേപിക്കുന്ന പോലെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ മുറാഖബത്ത് മനസ്സിലാക്കിയിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലണമല്ലോ, അള്ളാഹു എന്നെ കാണുന്നുവല്ലോ എന്ന വിചാരത്തിനാണ് മുറാഖബ. അള്ളാഹുവിനെ കാണുന്ന പോലെ അള്ളാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആ ഒരു മനോവസ്ഥയിൽ ജീവിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈ റമദാനിലും അതിന്റെ ശേഷവും അതിന്റെ മുമ്പുമൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് തരട്ടെ. നമ്മുടെ മുൻഗാമികൾ നമുക്ക് തന്ന ഏറ്റവും വലിയ മാതൃകയും അതാ. നമ്മിലേക്ക് നോക്കുകയാണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരക്കുട്ടിയുണ്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അമവി ഭരണാധികാരിയായിരുന്ന രണ്ടാം ഉമർ എന്ന ലോകം അറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അതേ മാതൃക സ്വീകരിച്ചു വന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകൾക്ക് ജനിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് നിന്ന് മദീനയിലേക്ക് ആപ്പിളിന്റെ കൊട്ടകൾ കടന്നു വന്നപ്പോ മദീനക്കാരായ പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ദാഹിച്ച് വ്യസന്നവശനായ തന്റെ മക്കളിൽ പിഞ്ചുമോൻ ആ ആപ്പിളിൽ നിന്ന് ഒന്നെടുത്ത് കടിക്കുന്നു. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പുന്നാര പേരക്കിടാവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നറിയപ്പെടുന്ന രണ്ടാം ഉമർ സുഖലോലുപനായി ജീവിച്ചതിന്റെ ശേഷം പരിത്യാഗിയായി മാറിയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പൊന്നുമോന്റെ കയ്യിൽ നിന്ന് ആ ആപ്പിൾ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുകയും അവൻ കരയാൻ തുടങ്ങി.
വായയിലുള്ളത് പോലും പറിച്ചെടുത്ത് മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിൽ നിന്ന് മോനെ നിനക്ക് തിന്നാൻ പാടുള്ളതല്ല എന്ന് പൊന്നുമോനെ പഠിപ്പിക്കുകയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. കുട്ടി കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ ദിഗത്തേക്ക് ഓടി. ആരാണ് ഉമ്മയെന്നറിയുമോ? അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന ലോകം കണ്ട പ്രഗത്ഭനായ ഭരണാധികാരിയുടെ പ്രിയപ്പെട്ട മോളാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് ബിൻ മർവാൻ. രാജകുമാരിയായിരുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിൽ പിന്നെ എല്ലാം അല്ലാഹുവിന് നൽകിയ സാത്വികയായ മഹതിയായിരുന്നു ഫാത്തിമ ബീവി, ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. കഴുത്തിൽ നല്ല മാലകൾ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വരുമ്പോ മഹാനവറുകൾ പറഞ്ഞു, ഫാത്തിമ, ഈ മാല മുസ്ലിമീങ്ങളുടെ സ്വത്തിൽ നിന്ന് നിന്റെ വാപ്പ പിടിച്ചെടുത്തതല്ലേ, അതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങൾക്ക് കൊടുക്ക്, ബൈത്തുൽ മാലിലേക്ക് കൊടുക്ക്, പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്ക്. അടിച്ചു കൊടുത്തു ഫാത്തിമ റളിയല്ലാഹു അൻഹ. നല്ല ഇഷ്ടമുള്ള മാലയായിരുന്നു. പവിഴങ്ങളും മുത്തുകളും കല്ലുകളും ചാർത്തിയ ആ ഒരു മാല. പെണ്ണുങ്ങളൊക്കെ ആഭരണം അയച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ത്യാഗം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇവിടെ നമ്മുടെ പള്ളിക്ക് ചെറിയ കോട്ടേഴ്സ് എടുക്കണം എന്ന ആഗ്രഹം അല്ലേ? വലിയ കടബാധ്യതയിൽ നീങ്ങുന്നൊരു മഹല്ല നമ്മുടെ മഹല്ല്. ഇത്ര 35,000 റുപ്യ എന്താ നമുക്ക് ഉസ്താദ്മാർക്കൊക്കെ ചെലവും കാര്യങ്ങളും കറണ്ട് ബില്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആകെ 22,000 എന്താ കിട്ടുന്നുള്ളൂ. അത്ര ആ ഒരു വിഷമിക്കുന്നൊരു മഹല്ലാണ്. അതുകൊണ്ട് അർജന്റായിട്ട് സഹായിച്ചോളൂ, ഇല്ലെങ്കിൽ ഉസ്താദ്മാര് തോരക്കും. എന്തിനാ തോരക്കാന്നറിയോ? ആരെങ്കിലും ഒരുത്തനെ കൂടെ ഓർക്കണം. എന്നാലെല്ലാം മരിച്ചുപോയ വീട്ടില് ഒന്ന് തോരന്ന എന്തേലൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു കല്യാണം നടക്കട്ടെ പഠിച്ചവനെ എന്നൊക്കെ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുള്ളതൊക്കെ ചിലപ്പോൾ തോരണെന്ന് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അർജന്റായിട്ട് നമുക്കിതൊന്ന് പരിഹരിച്ചു കൊടുക്കുക വേണം. ഇൻഷാ അല്ലാഹ് 6 സെന്റ് ദാനമായി ചെയ്ത ഒരു ഗൾഫുകാരനായ നമ്മുടെ സുഹൃത്ത് അല്ലാഹു അദ്ദേഹത്തിന്റെ സ്വതക്ക സ്വീകരിക്കട്ടെ. വേറൊരാൾ ഒരു 7 സെന്റും അതിന്റെ കൂടെ തന്നു അല്ലെ? അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് ലാൻഡ് കിട്ടിയിട്ടുണ്ട്. ഒരു 15 ലക്ഷം എന്തോ ആണ് അതിന്റെ പദ്ധതി. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. സഹോദരിമാരൊക്കെ ആ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വേണം. എന്റെ വക ഒരു നല്ല ഒരു സദഖയായി അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, ഈ മഹല്ലത്തിന് വേണ്ടി നല്ല ഒരു നിയ്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഭർത്താക്കന്മാരെ പൊരുത്തുള്ളത് കൊടുത്താൽ മതി. അത് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടുന്ന് വലിയ ആവേശത്തിലേക്ക് ഓരി കൊടുത്ത് വീട്ടിൽ ചെന്ന് അടിയുണ്ടായാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്താ ചെയ്യുക? ഭർത്താക്കന്മാരെ നിങ്ങളെ പ്രശ്നമാക്കൂല. നീ എന്തിനാ കൊടുക്കുക? ഉസ്താദ്മാരെ വെള്ളത്തിന് തരപ്പുകാരി കൊടുക്കുക എന്നൊക്കെ വല്ല ഭർത്താവും ചോദിച്ചാൽ വേണ്ടില്ലായിരുന്നു റബ്ബേ എന്ന് ചിന്തിച്ചാൽ ആ കൊടുത്തത് പോയി. അതുകൊണ്ട് അങ്ങനത്തത് വേണ്ട. നല്ല പൊരുത്തല്ലേ? ചെറിയൊരു മോതിരം, ഒരു കമ്മല, എന്തെങ്കിലും നിങ്ങളെ പൊട്ടിക്കിടക്കണൊക്കെ ഉണ്ടാവില്ലേ വീട്ടില്? ഉണ്ടെങ്കിൽ കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ. അങ്ങനെയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ തങ്ങളെ പറഞ്ഞയച്ചതാ. തുണിയും കൊടുത്തിട്ട് ബിലാൽ എന്നവരെ വാങ്ങിച്ചു കൊണ്ടുവരും. പെണ്ണുങ്ങൾ അവരുടെ ഖൽഖാലുകളും അവരുടെ ഖിലാദ മാലകളും പാദസരങ്ങളും അവരുടെ അണിഞ്ഞിരുന്ന ആഭരണങ്ങളും വളകളും ഊരി കൊടുത്തത് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന ഈ മഹദി അന്ന് 2 മാലകൾ, വിലപിടിപ്പുള്ള 2 മാലകൾ കൊടുത്തിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ആ സൂക്ഷിപ്പുകാരൻ, ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ വന്നിട്ട് പറഞ്ഞു, അല്ല ബീവി, നിങ്ങളുടെ ആ മാല അന്ന് നിങ്ങളോട് അഴിച്ചു വാങ്ങിയിരുന്നു ഖലീഫ, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല, അത് അവിടെ തന്നെ കിടപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡോർ തുറന്ന് നിങ്ങൾക്ക് തരാം, വേണോ എന്ന് ചോദിച്ചു. എന്താ മന്ത്രിമാരെക്കാളും വല്ല വീട്ടുകാരൻ അവരുടെ കൂടെയുള്ള അല്ലെ? വലിയ വലിയ ആൾക്കാരുടെ ഡ്രൈവർമാര് അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവരൊക്കെ വലിയ വലിയ സ്ഥാനമുള്ളവരായിരിക്കും. ഖലീഫ അറിയാതെ പൊതുസ്വത്തിന്റെ സൂക്ഷിപ്പുകാരൻ താക്കോല് വെക്കുന്ന ആള് പറയാൻ ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം. ആര്? ഖലീഫ വാങ്ങിച്ചു വെച്ചത് മരണശേഷം ഞാൻ തരാന്ന് പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഞങ്ങൾ വഫാത്തായിട്ടുണ്ട്. ബീവി അവിടെ നിന്നൊരു പറഞ്ഞൊരു വാക്കുണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അവരനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഉചിതമല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ട, അങ്ങനെ നിന്നോട്ടെ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. കൊച്ചുമോന്റെ കയ്യിൽ നിന്ന് ആപ്പിള് പിടിച്ചു വാങ്ങിയതിന്റെ ഫലമായി ഉമ്മയുടെ അരികത്തേക്ക് ഓടിപ്പോയ പിഞ്ചു പൈതൽ, പിഞ്ചുമോൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്
ഏതാനും ചില്ലിക്കാശുകൾ കൊടുത്ത് ഒരാളിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞൊരു വേലക്കാരനോട്, എന്റെ മോനെ നിങ്ങൾ മുസ്ലിമീങ്ങളിൽ നിന്ന് ആരെങ്കിലും വാങ്ങിക്കുന്നവരുണ്ടല്ലോ, ഉമർ തങ്ങളുടെ സ്വത്ത് ഓഹരി വെച്ച് കിട്ടുന്നവർ, അവരിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയേക്കണം, മോനൊരു ആപ്പിൾ കൊടുത്തേക്കണം. ഒരു ആപ്പിൾ കൊടുക്കാം. ആപ്പിൾ പോണായിരിക്കും പറയുന്നത്. ആപ്പിൾ പഴം കഴിക്കാനുള്ള ആഗ്രഹം. വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കുഞ്ഞിന്റെ കയ്യിൽ ഈ ആപ്പിൾ കണ്ടപ്പോ ഫാത്തിമ എന്ന് സ്വന്തം ഭാര്യയെ വിളിച്ച്, ഫാത്തിമ, വല്ലാഹ് ഫാത്തിമ, എനിക്കറിയാം നമ്മുടെ മോന് ആപ്പിൾ ഇഷ്ടമാണെന്ന്, എന്റെ മോനാണെന്നും എനിക്കറിയാം. പക്ഷേ മോന്റെ കയ്യിൽ നിന്ന് ഞാനത് പിടിച്ചു വാങ്ങിയത് എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പിടിച്ചു പറിച്ചതിന്റെ തുല്യമാണ്. പക്ഷേ എനിക്ക് വെറുപ്പ് തോന്നുകയാണ്. മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട പൊതു സ്വത്തിൽ നിന്ന് ഒരു ആപ്പിൾ കഴിച്ചതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പിടിക്കപ്പെടുമോ എന്ന പേടി കൊണ്ടാണ് എന്റെ മോന്റെ ചങ്കിൽ നിന്ന് പറിച്ചെടുക്കുന്ന പോലെ ആ ആപ്പിൾ ഞാൻ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയത്. മോനോട് സ്നേഹമില്ലാത്തതിന്റെ പേരിലല്ല. മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്ത് എന്റെ കയ്യിൽ പെട്ടു പോവരുത്, എന്റെ മോന്റെ വായിലേക്ക് പോവരുത്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന സൂക്ഷ്മതയുടെ അങ്ങേയറ്റത്തെ പാഠം പഠിപ്പിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മുറാഖബത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണുന്ന പോലെ ജീവിതത്തിൽ വരുത്തിയ ശുദ്ധിയാണ്. ഈ വിശുദ്ധിയാണ് അല്ലാഹു നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു കാണുന്നുവല്ലോ. സമ്പത്തിൽ ഹക്കും ബാത്തിലും നോക്കുന്നത്. വയുനജ്ജില്ലാഹു الذين اتقوا بمفازتهم لا يمسهم السوء ولا هم يحزنون. وينجي الله الذين اتقوا, തഖ്വയുള്ള ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തും. ബിമഫാസതിഹിം, അവർ വിജയിക്കുന്നവരാണ്. അവരുടെ വിജയം കാരണം അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയും അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും. തഖ്വയുള്ളവരെ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു യുദ്ധ തടവുകാരെ കൊണ്ടുവന്ന രംഗം. അവരിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഓടി നടക്കുകയാണ് എന്തോ അന്വേഷിച്ചുകൊണ്ട്. ആ യുദ്ധ തടവുകാരിൽപ്പെട്ട ആ പെണ്ണന്വേഷിക്കുന്നത് തന്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെയാണ്. ഒരു യുദ്ധം നടക്കുമ്പോ ഭൂമിയിൽ ആരൊക്കെയാണോ ഉപേക്ഷിക്കപ്പെടുന്നത് അവര് മുസ്ലിമീങ്ങൾക്ക് വാഗ്ദൂഷിയായിട്ട് ലഭിക്കുന്നവരാണ് യുദ്ധ തടവുകാർ. യുദ്ധത്തിന്റെ സ്വത്തായിട്ട് മാറും അവര്. അതിൽപ്പെട്ട തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണാതെ വന്നപ്പോ അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഉമ്മയുടെ വിഷമം, വിതുമ്പലും തേങ്ങലും സങ്കടപ്പെടലും കണ്ണുകൊണ്ട് കാണുകയാണ്. ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും. കുറച്ചുനേരം കഴിഞ്ഞപ്പോ ഒരു പിഞ്ചു പൈതലിനെ ആരോ കൊണ്ടുവരുമ്പോ അതെന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നതോടുകൂടെ ആ കുഞ്ഞിനെയും പിടിച്ച് മണ്ണിലിങ്ങനെ ഉരുണ്ട് ആ ഉമ്മ സന്തോഷം കൊണ്ട് സന്തോഷ പ്രകടനം നടത്തുന്നത് കണ്ടപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പിഞ്ചു പൈതലിനെ ഈ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല നബിയെ, എങ്ങനെ അറിയാനാ? ഈ കുഞ്ഞിനെ കാണാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഈ ഉമ്മ എങ്ങനെയാ കുഞ്ഞിനെ തീയിലെറിയാൻ പോകുന്നത്? ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ ഉമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളും അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളോട്, മനുഷ്യരോട് അല്ലാഹു സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് ഒരു യുദ്ധഭൂമിയിൽ പഠിപ്പിച്ചു കൊടുത്തു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ആ റബ്ബിനെ നമ്മൾ അറിഞ്ഞുവോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നടക്കാൻ നമുക്ക് സമയമായോ?
പാപങ്ങൾ ചെയ്തവർക്ക് തിരിച്ചു നടക്കേണ്ടതില്ലയോ? പാപങ്ങളുടെ നൈമിഷികമായ സുഖം തീരുകയും ആ പാപക്കറ മാത്രം ബാക്കിയാവുകയും ചെയ്ത് ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നത്. സുഖവും രസവുമെല്ലാം തീർന്നു പോകും. അള്ളാഹു അനുവദിക്കാത്തത് ചെയ്ത് എന്തൊക്കെ ആനന്ദിച്ചിട്ടുണ്ടോ ആ രസങ്ങളെല്ലാം തീർന്നു പോകും. കള്ളു കുടിച്ചവന്റെ ആനന്ദം ആ ഒരു കുടിയാൽ തീർന്നുപോയി. വ്യഭിചരിച്ചവന്റെ ആനന്ദം നിമിഷങ്ങളിൽ തീർന്നുപോയിരിക്കുന്നു. പാപങ്ങൾ എന്തൊക്കെ ചെയ്തുവോ എല്ലാ പാപങ്ങളുടെയും രസങ്ങൾ വളരെ പെട്ടെന്ന് തീർന്നു പോവുകയും കുറ്റവും ജാള്യതയും അവിടെ ബാക്കി നിൽക്കുന്നു. تبقى عواقب سوء في مغبتها لا خير في لذة من بعدها النار. പാപങ്ങളുടെ അനന്തര ഫലങ്ങൾ ഒരിക്കലും ഇല്ലാതെ പോകുന്നില്ലല്ലോ. പാപം ചെയ്തവരെ ആ പാപങ്ങൾ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. പാപങ്ങളെക്കുറിച്ചുള്ള സങ്കടവും വേദനയും മരണം വരെ അതിന്റെ അടയാളങ്ങളും അലയൊലികളും അള്ളാഹു ബാക്കി വെക്കുന്നത് പാപികൾക്ക് ഇവിടെ നൽകുന്ന അള്ളാഹുവിന്റെ ശിക്ഷയാണ്. ഒരു തെറ്റ് ചെയ്താൽ ഓർമ്മ വരും, റബ്ബേ ഞാൻ അന്നത് ചെയ്തു പോയല്ലോ, ഞാൻ ചെയ്തു പോയല്ലോ. കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ ഹറാമുകളൊക്കെ ചെയ്തു കൂട്ടിയാൽ പിന്നീട് കാണുമ്പോ ആ ഒരു പെണ്ണിനെ കാണുമ്പോ അവന് ഓർമ്മ വരും, റബ്ബേ ഇവളാണ് എന്നെ പഴപ്പിച്ചത് എന്ന് അവന് സങ്കടം തോന്നും. അവൾക്ക് തോന്നും ഇവനായിരുന്നു എന്നെ പഴപ്പിച്ചത് എന്ന്. പാപത്തിന്റെ ആ ഒരു കറ മരണം വരെ പാപത്തിന്റെ പ്രതിഫലനം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പാപത്തിന് ശേഷം പിന്നെ ഒരു രസത്തിന് ശേഷം നരകമാണ് വരുന്നതെങ്കിൽ ആ സുഖത്തിൽ എന്ത് രസം, എന്താനന്ദമാണതിന്. അതിന്റെ ശേഷം നരകമാണെങ്കിൽ നരകമാണ് ഒരു ആനന്ദത്തിന്റെ ശേഷം വരാൻ പോകുന്നതെങ്കിൽ എന്താണ് അതുകൊണ്ട് കാര്യമെന്ന ഈ കവിത മഹാനായ അല്ലാമ സുഫിയാനു സൗരി തങ്ങൾ നിരന്തരം പാടുമായിരുന്നു. ശരീരത്തെ ഓർമ്മിപ്പിക്കാൻ അല്ലാഹു നമുക്ക് സംസ്കരണം നൽകട്ടെ. ആദം നബിയുടെ മക്കൾ പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാതിരിക്കാൻ കഴിയില്ല. പക്ഷേ പാപം കൊണ്ട് ആനന്ദിക്കരുത്, പാപം ശീലമാക്കരുത്. പാപം വന്നു പോയാൽ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടവരാണ് നമ്മൾ. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ ഖേദിച്ചു മടങ്ങുന്ന തൗബ ചെയ്യുന്നവരാണ്. പാപികളാണ് എല്ലാ മനുഷ്യരും, പാപികളാണ്. അമ്പിയാക്കന്മാരെ ഇസ്മത്ത് നൽകപ്പെട്ടവരുള്ളൂ. പാപ സുരക്ഷിതത്വം നൽകപ്പെട്ടവർ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരാണ്. ബാക്കിയുള്ളവരൊക്കെ തെറ്റ് സംഭവിക്കും. പക്ഷേ തെറ്റ് സംഭവിക്കുന്നവരിൽ തന്നെ നന്മ ചെയ്യുന്നവരാരാന്നറിയോ? അവിടെ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അല്ലാഹു അങ്ങനെ ഒരു പശ്ചാത്താപത്തിന് അവസരം ഈ റമളാനിന്റെ മുമ്പും ശേഷവും ഒക്കെയായി അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു തിന്മയുടെ ഫലം, ഒരു തെറ്റിന്റെ ഫലം ഒരു സമൂഹത്തെയാണ് ബാധിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾ മദ്യപിക്കാന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മഹല്ലത്തിൽ അതിന്റെ അപകടം അല്ലാഹു നൽകുമെന്നാണ്. ഇവിടെ അതിന്റെ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ കുടുംബങ്ങളിൽ അതിന്റെ അലയൊലികൾ ഉണ്ടാകും. നമ്മുടെ ചുറ്റുപാടുകളിൽ ആ തിന്മയുടെ അടയാളങ്ങൾ കാണാൻ കഴിയുമെന്നാണ്. മഹാനായ അല്ലാമ ഇബ്നു ഖുദാമ അവരുടെ പ്രസിദ്ധമായ ഒരു കിതാബുണ്ട്, കിതാബു തവ്വാബീനിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. സയ്യിദുന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മഴ കിട്ടാതെ വന്നപ്പോ, മഴ ലഭിക്കാതെ വന്നപ്പോ ഇസ്തിസ്ഖാഇന്റെ ഒരു പ്രാർത്ഥന നടത്താൻ മഹാനായ മൂസ നബി അലൈഹിസ്സലാം 12,000-ഓളം വരുന്ന അനുയായികളെയും കൊണ്ടുവന്നു. 12,000-ഓളം വരുന്ന ആളുകളെയും കൂട്ടി മഴയെ തേടിയുള്ള നിസ്കാരത്തിന് പോവാം, മഴ ലഭിക്കാൻ വേണ്ടി. ഇപ്പോഴല്ലേ മഴ കിട്ടി തുടങ്ങിയത്. പാലക്കാട് ജില്ലയൊക്കെ വലിയ ക്ഷാമത്തിലും വലിയ ചൂടിലായിരുന്നല്ലേ. ഇല്ല, ഈ പന്തലിട്ടത് മുതലാവണമെങ്കിൽ കുറച്ച് മഴ പെയ്യുമാണ് അല്ലേ? അപ്പോഴല്ലേ പന്തലിട്ടിന്റെ കാശ് മുതലാവുള്ളൂ. പന്തലൊക്കെ ഇട്ടിട്ട് ചൂടത്തിരിക്കാൻ മഴ പെയ്തില്ലെങ്കിൽ. അപ്പൊ നമ്മൾ ഇവിടെ ഉൾക്കൊള്ളാവുന്ന സൗകര്യത്തിലുള്ള ആളുകളെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്.
അപ്പോ മഴ റബ്ബിനോട് വേണ്ടാന്ന് ചോദിക്കാൻ നേരായിട്ടില്ല. അള്ളാഹുവിനോട് അങ്ങനെ പറഞ്ഞുകൂടാണ്. പിന്നെ റബ്ബിനോട് അച്ചടക്കത്തോടുകൂടെ അതവോടുകൂടെ നമുക്ക് എന്ത് പറയാം? അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കുക റബ്ബേ, ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ട. അങ്ങനെ പറയാം, ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കുക റബ്ബേ. അലൽ ആസാമി വൽ ജിബാൽ വ മനാബിത്തി ഷജർ. കാടുകൾക്കും കുന്നുകൾക്കും കൃഷികൾക്കൊക്കെ കൊടുക്കുക റബ്ബേ, ഞങ്ങൾക്ക് ഇതിന് ചുറ്റും കൊടുത്തേക്ക് എന്നാ പറയാം. ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ പാടില്ല, ഞങ്ങൾക്ക് ചുറ്റും കൊടുത്തേക്ക്. അങ്ങനെയാണ്. അപ്പൊ നമുക്കങ്ങനെ ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിലൊക്കെ നമുക്ക് ആ ദുആ ദ്വാരക്കാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു നല്ലൊരു തണുപ്പ് വരാൻ നല്ലതായിരുന്നു. എന്തായിരുന്നു ചൂട് ഇന്നലെയൊക്കെ അല്ലേ? അൽഹംദുലില്ലാ. അപ്പോ അതിനൊന്നും വിഷമിക്കണ്ട ഇൻഷാ അല്ലാഹ്. സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം ഇസ്തിസ്ഖാഇന് വേണ്ടി മഴയെ തേടിയുള്ള നിസ്കാരത്തിന് 12,000-ഓളം വരുന്ന ഇസ്രായേൽ മക്കളെയും കൊണ്ട് പ്രാർത്ഥനയ്ക്കിറങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസക. اللهم اسقنا غيثك وانشر علينا رحمتك. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം, അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് വേണം തമ്പുരാനെ എന്ന് ദുആ ചെയ്തു. ആര്? അല്ലാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച സ്ഥലമൊക്കെ ഇന്ന് പല ആളുകളും സിയാറത്തിനൊക്കെ പോയിട്ട് കാണാനുള്ള സൗകര്യമുണ്ട്. അല്ലാഹു തആല കുറച്ച് പൈസയൊക്കെ തന്നിട്ടുണ്ടെങ്കിലേ ബാധ്യതകളൊക്കെ തീർന്നാലൊന്ന് പോയി കാണാം. സീനാ മരുഭൂമിയിൽ ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് ബൈറോഡ് പോകുമ്പോ സീനാ മലയുണ്ട്. അവിടെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച തൗറാത്ത് വാങ്ങിയ മലയും അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോ പൊടിപൊടിയായി മാറിയ ആ ഒരു പർവ്വതത്തിന്റെ പൊടികളും അള്ളാഹുവിന്റെ സംസാരം മൂസ നബി കേട്ട ഒരു വൃക്ഷമുണ്ട്. 3000 കൊല്ലം പഴക്കണ്ട ചെടിക്ക്, അതിപ്പോൾ ഉണങ്ങിയിട്ടില്ല. അതവിടെ ഉണ്ട്. അവിടെ ഒരു ചർച്ചാണ്, ക്രിസ്ത്യാനികളാണ് ആ ഏരിയ കൈയടക്കിയത്. സെന്റ് കാതറീൻ ചർച്ച് എന്നാ പറയാ. അതൊക്കെ അവിടെ ഉണ്ട്. പോയി കണ്ടവരൊക്കെ ചിലപ്പോൾ ഹൗസിലുണ്ടായിരിക്കും. ഞാൻ പോയി കണ്ടു. വളരെ മനോഹരമാണ്. മൂസാ നബി അലൈഹിസ്സലാം നടന്നുപോയ ഒരു പ്രദേശമാണ് അതൊക്കെ. അള്ളാഹുമായി സംസാരിച്ച പ്രദേശങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ചെന്ന് കാണാൻ പറ്റും. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസക റബ്ബേ, നിന്റെ മഴ വേണം റബ്ബേ എന്ന് ചോദിക്കുകയാണ് മൂസ നബി അലൈഹിസ്സലാം. മഴ വേണം റബ്ബേ. വൻസുർ അലൈനാ റഹ്മതക, നിന്റെ കരുണ വേണം റബ്ബേ. വർഹംനാ ബിൽ അത്ഫാലിർ റുദ്ദഇ, പാല് കുടിക്കുന്ന പിഞ്ചു പൈതങ്ങളെ വെച്ച് ചോദിക്കുന്നു റബ്ബേ ഞങ്ങൾക്ക് മഴ വേണം. വൽ ബഹായിമി റുത്തഇ, മേഞ്ഞ് നടക്കുന്ന മൃഗങ്ങളെയും വെച്ച് ചോദിക്കട്ടെ റബ്ബേ. പ്രാർത്ഥനകളിലായി നിലകൊള്ളുന്ന എത്രയോ പ്രായാധിക്യമുള്ള ആളുകളുണ്ട്, അവരെയും മുൻനിർത്തി ചോദിക്കുന്ന റബ്ബേ ഞങ്ങൾക്ക് മഴ വേണം. ആകാശത്ത് മേഘപടലം പോലും കാണുന്നില്ല. ചൂട് കൂടുകയല്ലാതെ മറ്റൊന്നുമില്ല. ചൂടങ്ങ് കൂടി. മൂസാ നബി ചോദിച്ചുവല്ലോ റബ്ബേ നീ എന്താ ഞങ്ങൾക്ക് മഴ തരാത്തത്? മാ സാദത്തിസ് സമാ ഇല്ലാ ആകാശത്ത് ഉഷ്ണമല്ലാതെ മറ്റൊന്നും വർഷിക്കുന്നില്ല. ചൂടേ വരുന്നുള്ളൂ, മഴ വരുന്നില്ല. നബി അലൈഹിസ്സലാം ചോദിച്ചു റബ്ബേ നീ എന്താ ഞങ്ങൾക്ക് മഴ തരാത്തത്? ചോദിച്ചു റബ്ബിനോട്. അല്ലാഹുവിന്റെ മറുപടി വന്നു, വഹി വന്നു, നബിയല്ലയോ യാ മൂസ, മൂസ നബിയേ, കൈഫ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ മഴ തരുന്നത്? വഫീകും റജുലുൻ യുബാരിസുനി ബിൽ മഅസിയ മിൻ 40 സന, 40 വർഷമായി സ്വകാര്യമായി കള്ളുകുടിക്കുന്ന ഒരു കള്ളുകുടിയൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ മഴ തരുന്നത്? 40 കൊല്ലമായിട്ട് കള്ളുകുടി, 40 വയസ്സായ പിന്നെ സീരിയസ് ആയിട്ട് മനുഷ്യന് ഇബാദത്തിന് വേണ്ടി ഒരുങ്ങണമെന്നാണ് എപ്പോഴും പറയുന്നത്. 40 കഴിഞ്ഞിട്ടും ഈ കുട്ടികളെ തീർന്നിട്ടില്ലെങ്കിലേ മരിക്കുമ്പോ കെലിമ കിട്ടാൻ പ്രയാസാവുന്ന. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 40 കഴിഞ്ഞിട്ട് ഇങ്ങനെ റൺസന്നെ നടക്കണം. ഇപ്പോഴും പണി അതാണ്. ചെറുപ്പക്കാര് കുട്ടികളെ കൂടെ നടന്നിട്ട് എന്ത് ചെയ്യാ? കളി എന്തായി, മറ്റേ കളി എന്തായി, ഇതായി, പുതിയ സിനിമ എന്താ, പുതിയ സീരിയലിന്റെ വൃത്താന്തങ്ങൾ എന്താ, ഇങ്ങനെ ആഭാസങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. 40 കഴിഞ്ഞവരാണ്. ഡേഞ്ചറാണ്. ഇതിന്റെ മുമ്പിലവർക്കും പറ്റിയിട്ടല്ല. 40 കഴിഞ്ഞ എന്തായാലും ഏർപ്പാടൊക്കെ നിർത്തണം. എന്തായാലും നിർത്തണം. അല്ലാഹു തആല നമ്മുടെ ജീവിതം ഒരു ദിവസമായി കണക്കാക്കിയ ളുഹറും അസ്റും കഴിയുന്ന നേരാണ് 40. ഒരു 65-70 ആകുമ്പോൾ മഗ്രിബാവും.
അപ്പൊ അസർ കഴിഞ്ഞാൽ പിന്നെങ്കിലും പെരേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കണം. പിന്നെ ഖബറിലേക്ക് ഇരുട്ടിലേക്ക് മഗ്‌രിബായ പിന്നെ ഇരുട്ടായി ഒരുങ്ങി നിൽക്കണം. 40 കൊല്ലമായിട്ട് മൂസ നബിയെ ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാതെ നിങ്ങൾക്ക് ഞാൻ മഴ തരികയില്ല. അല്ലാഹുവിന്റെ വഹി വന്നതാണ്. അതുകൊണ്ടാണ് ചിലരുടെ തിന്മ കൊണ്ട് വലിയ നന്മകൾ ഒരുപാട് ആളുകൾക്ക് അല്ലാഹു ബ്ലോക്ക് ചെയ്യും. ചിലപ്പോ ഒരാളിന്റെ തെറ്റായിരിക്കും. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, 12,000 വരുന്ന ആളുകളാണ്. അല്ലാഹുവേ, ഞാൻ ദുർബലനാണ്, എന്റെ ശബ്ദവും ദുർബലമാണ്. എനിക്ക് ഇന്നെ തന്നെ ഓർമ്മ വരാം. ചിലപ്പോൾ ഉസ്താദ്മാർക്ക് ഈ മൈക്കൊക്കെ ഭയങ്കര ഉഷാറായിരിക്കാം. നമ്മൾ കുറച്ച് വൈഫായതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോട് നന്നാക്കണം പറയുന്നത്. വിഷമം വിചാരിക്കരുത്, ആൾക്കാരനല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, ചീത്തറിയൊന്നുമില്ല. അല്ലെങ്കിൽ ഇതാണ് കള്ളാതെ അത്രയോ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. എത്ര ഉഷാറ് കൂടുന്നു അത്രയ്ക്ക് നമുക്ക് വേറെ പറയാനൊരു രസം വരും. മുസ്ലിം പറയണ, റബ്ബേ, എന്റെ ശബ്ദം ദുർബലമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന നബിയുടെ സഹാബി, അവരുടെ പ്രിയപ്പെട്ട വാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയുടെ മൂസാപ്പ അബ്ബാസ് എന്നവർ റളിയല്ലാഹു അൻഹു 2 മൈൽ അപ്പുറത്തേക്ക് കേൾക്കുമായിരുന്നു എന്നാണ്. ഒരു മൈക്കില്ല എന്ന് പറഞ്ഞാൽ 2 മൈൽ അപ്പുറത്തേക്ക്. എന്തായിരിക്കും ശബ്ദല്ലേ? 2 മൈൽ എന്ന് പറഞ്ഞാൽ എത്രയും 3 കിലോമീറ്ററിന്റെ അടുത്തായില്ലേ? 3 കിലോമീറ്ററിന്റെ മീതിയാവും 2 മൈൽ എന്ന് പറഞ്ഞാൽ. ഒരൊറ്റ വിളി അങ്ങ് വിളിച്ചാൽ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾ കേൾക്കുമായിരുന്നു. അത്രയ്ക്ക് ശബ്ദമുണ്ടായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നെ എങ്ങനെ ശബ്ദം പറഞ്ഞു ഇന്നെ പോലത്തെ വൈദ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹുവേ, 12,000 ആളുകളെ എനിക്ക് എങ്ങനെ കേൾപ്പിക്കാൻ കഴിയും? എന്റെ ശബ്ദം ദുർബലല്ലേ? നബിയെ, അത് ആലോചിക്കണ്ട, നിങ്ങളങ്ങ് വിളിച്ചു പറഞ്ഞോളൂ. അലൈന, ഞാൻ ഏറ്റെടുത്തു. എത്തിച്ചു കൊടുക്കേണ്ട കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം മിമ്പറിൽ കയറി ഒരു വാക്ക് പറഞ്ഞു. 40 കൊല്ലമായി അള്ളാഹുവിനോട് ധിക്കാരം ചെയ്ത് ജീവിക്കുന്ന ഈ 12,000 നിൽക്കുന്ന മനുഷ്യ, നിങ്ങൾ പുറത്തു പോകണം. നിങ്ങൾ പുറത്തു പോവാതെ നമുക്ക് മഴ ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണമെന്ന് മൂസ നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞത് 12,000 ആളുകളും കേൾക്കുകയുണ്ടായി. 12,000 ആളുകൾ. ഈ തെറ്റ് ചെയ്ത ആളതിന്റെ ആളെന്ന് നോക്കാൻ തുടങ്ങി. റബ്ബേ, ആരെങ്കിലും പോകുന്നുണ്ടോ? ആരും പോകുന്നില്ല. ഞാനിപ്പോ പോയാൽ ഈ 12,000 ഇടയിൽ ഞാൻ നാണം കെട്ടില്ലേ? ഞാൻ പോവില്ലെങ്കിലോ ഈ നാട്ടില് മഴ കിട്ടാതെ ഞങ്ങളൊക്കെ നശിക്കും ചെയ്യും. എന്താ റബ്ബേ ഞാൻ ചെയ്യാൻ? അദ്ദേഹം നോക്കി, ആരും പോകുന്നില്ല. ഇയാൾ ഉറപ്പിച്ചത് ഇതിനെ പറ്റിയാണ്. അദ്ദേഹം വസ്ത്രം കൊണ്ട് തലങ്ങ് മറച്ചിട്ട് പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, 40 കൊല്ലമായി നിനക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ട് എന്നെ മറച്ചു പിടിച്ച അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ചോദിക്കാനും മഴ ചോദിക്കാനും വന്ന ഈ നേരത്ത് തന്നെ നീ എന്നെ അപമാനപ്പെടുത്തുകയാണോ റബ്ബേ? നീ എന്നെ മറച്ചു വെച്ചവനല്ലേ? ആരാരും അറിയാതെ മറച്ചു വെച്ചിട്ടേ റബ്ബേ. അല്ലാഹു വലിയ ഹലീമാണ്, വലിയ ക്ഷമയാണ് അല്ലാഹു. 3 പ്രാവശ്യം തെറ്റ് ചെയ്യാതെ 4ാമത്തെ തവണയെ അല്ലാഹു തആല പിടിപ്പിക്കുള്ളൂ. ചിലർ പറയില്ലേ, ആദ്യമായിട്ട് കട്ടതാണ്, അങ്ങനെ പെട്ടതാണ്. അങ്ങനെ ഇല്ല. 3ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴേ 4ാമത്തെ പ്രാവശ്യം ഇത് സംഭവിക്കുള്ളൂ എന്നാണ്. കാരണം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാളെ കൊണ്ടുവന്ന് മോഷണ ശിക്ഷക്ക് കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു, ഫാറൂഖ് എന്നവരെ, ജീവിതത്തിൽ ഞാൻ ആദ്യമായി മോഷ്ടിക്കുകയാണ്, എന്റെ കൈമുറിക്കരുത്, മാപ്പ് തരണം. അമൃതങ്ങൾ പറഞ്ഞു, നുണ പറയല്ലേ. മുത്തുനബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ യസ്തുറു അലാ അബ്ദിഹി 3 മററാത്തിൻ, 3 പ്രാവശ്യം വരെ അല്ലാഹു ഒരു മനുഷ്യന്റെ തെറ്റുകൾ മറച്ചു വെച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാലാ പിന്നെ അല്ലാഹു പബ്ലിക്കാക്കുന്നത്. അതുകൊണ്ട് നീ നിന്റെ ആദ്യത്തെ കുറ്റമല്ല ഇതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു ഫഖതഅയദഹു, കൈമുറിക്കേണ്ട കേസായതുകൊണ്ട് ആ ശിക്ഷ നടപ്പാക്കി ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു വലിയ ഹലീമാണ്, ക്ഷമയുള്ളവനാണ് അല്ലാഹു. യുംഹിലുനാ വലാ യുഹ്മിലുനാ, അല്ലാഹു നമ്മളെ മറന്നുപോയത് കൊണ്ടല്ല, കുറച്ച് നേരം അല്ലാഹു ഇങ്ങനെ തരും, നന്നാവാൻ അവസരം തരും.
അല്ലാഹുവേ 40 കൊല്ലമായി എന്നെ മറച്ചു പിടിച്ച നീ ഈ 12,000 ആളുകളെയും കൊണ്ട് മഴ ചോദിക്കാൻ, നിന്റെ കരുണ ചോദിക്കാൻ ഇറങ്ങി പുറപ്പെട്ട, നിന്നിലേക്ക് പശ്ചാത്തപിക്കാൻ ഞാൻ പുറപ്പെട്ട ഈ നേരത്ത് നീ എന്നെ വഷളാക്കല്ല തമ്പുരാനെ എന്ന് ആ തിന്മ ചെയ്ത മനുഷ്യൻ ആലോചിക്കുകയും ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുകയും ചെയ്തു. മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. ഏതുപോലെ എന്നറിയുമോ? ജഗ്ഗിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന പോലെ ആകാശത്തുനിന്ന് മഴ പെയ്തു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ചെറിയൊരു കുന്നുംപുറത്താണ്. ഫലസ്തീനിലല്ല, അഖ്സയിലല്ല, ഫലസ്തീനിലല്ല. ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ അവസരം ഉണ്ടായി. ഫലസ്തീനിൽ നിന്ന് നമ്മൾ ചാവകടലിലേക്ക് വരുന്ന ഒരു ജോർദാനിലേക്ക് വരുന്ന റൂട്ടുണ്ട്. അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ, ഒരു കുന്നിന് പുറത്ത്. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇപ്പോ മഖ്ബറത്തു സയ്യിദനാ ഖലീലുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ഹബീബായ തങ്ങൾ മിഅ്റാജിന് പോയപ്പോ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. മൂസാ നബിയുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൽ കസീബിൽ അഹ്മർ, ആ ഒരു ചമന്ന കുന്നുകൾക്ക് താഴെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരുമായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രസമെന്നറിയോ? മഹത്തുക്കളെ പോയി സന്ദർശിക്കലും ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണാൻ പറ്റാത്തവരെ വഫാത്തിന്റെ ശേഷമെങ്കിലും പോയി അവരോട് സലാം പറയാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ. മിഅ്റാജിന് പോയപ്പോ ഇസ്രാഇന്റെ യാത്രയിൽ തങ്ങൾ കണ്ടു മൂസാ നബിയുടെ ഖബർ. അപ്പോഴും തന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് മൂസാ നബി അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സ നിൽക്കുന്ന ഖുദ്സിന്റെ പുറത്താണുള്ളത് എന്ന്. ജെറൂസലേമിന്റെ പുറത്താണ്, ദൂരെയാണ്. ജെറൂസലേം എന്നൊരു 30-35 കിലോമീറ്റർ ഏകദേശം തോന്നുന്നു. ഏതായിരുന്നാലും മൂസാ നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യമുണ്ടായി. ആ മഹാനവറുകൾ അവിടെ കിടക്കുകയാണ്. എന്തൽ കസീബിൽ അഹ്മർ, തങ്ങൾ പറഞ്ഞ ചെമന്ന നിറമുള്ള മണ്ണിന്റെ കുന്നുകളാണ് അവിടെ ചുറ്റുഭാഗത്തുള്ളത്. താഴേക്ക് ഭൂമി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ചാവുകടൽ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന്, നിരപ്പിൽ നിന്ന് 300 അടി താഴെ കിടക്കുന്ന കടലാണ്. താഴ്ഭാഗത്തേക്കാണ്. ആ താഴ്ഭാഗം തുടങ്ങുന്നിടത്ത് ഏകദേശം അതിന്റെ പരിസരത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കിടക്കുന്നുണ്ട്. മഴങ്ങ് പെയ്തില്ലേ? സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ദുആ നിർത്തുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. പൂജയിൽ നിന്ന് വെള്ളമൊഴിക്കണ പോലെ. യാ റബ്ബ്, എന്താ പഠിച്ചോനെ, 40 വർഷം നിനക്ക് തെറ്റ് ചെയ്ത ഒരാൾ ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളും പുറത്തു പോകുന്നതിന്റെ മുമ്പ് നീ ഞങ്ങൾക്ക് മഴ തന്നല്ലോ റബ്ബേ. ഇത് എന്താണ് സംഭവം? അല്ലാമ ഇബ്നു ഖുദാമ കിതാബു തവ്വാബീനിൽ ഈ സംഭവം വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട്. നബിയോട് അല്ലാഹുവിന്റെ മറുപടി, മുതിർത്തും ബില്ലദീ മുനിഅതും ബിഹി, ആര് കാരണമായിരുന്നോ നിങ്ങൾക്ക് ഞാൻ മഴ പിടിച്ചു വെച്ചത്, ആ മനുഷ്യൻ കാരണം നിങ്ങൾക്ക് ഞാൻ മഴ തരികയാണ്. അയാള് തൗബ ചെയ്ത് മടങ്ങി. മൂസാ നബിയെ, ആ മനുഷ്യൻ ചിന്തിച്ചു, റബ്ബേ നീ എന്നെ മാനം കെടുത്തല്ലേ, അപമാനിക്കല്ലേ, വഷളാക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എന്നോട് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. മൂസാ നബിയെ, ആ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മഴ തരികയാണ് പറഞ്ഞപ്പോ മൂസാ നബി ചോദിച്ചു, റബ്ബേ ആ ഒരു നല്ല മനുഷ്യനെ നീ എനിക്ക് കാണിച്ചു തരുമോ? നിനക്ക് 40 കൊല്ലം തെറ്റ് ചെയ്ത് ഇവിടെ വെച്ച് തൗബ ചെയ്തപ്പോൾ നീ സ്വീകരിച്ച ആ ഒരു മനുഷ്യനെ ഒന്ന് അറിയിച്ചു തരുമോ? ആരാണെന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ മറുപടി വരികയാണ്, മൂസാ നബിയേ, മൂസാ നബിയേ, ലം അകുൽ അഫ്ളഹു വഹുവ യഅസീനി ഫകൈഫ അഫ്ളഹു വഹുവ യുതീഉനി. തിന്മ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, എനിക്ക് തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അയാളെ അപമാനിച്ചിട്ടില്ലല്ലോ മൂസാ നബിയെ. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. തിന്മ ചെയ്യുമ്പോൾ ഞാൻ പേര് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. ആ മനുഷ്യൻ എന്നിലേക്ക് നന്നായി വന്നിരിക്കെ, നന്മ ചെയ്ത് പശ്ചാത്തപിച്ചു കഴിഞ്ഞിരിക്കെ ഞാൻ അയാളെ നാണം കെടുത്തുമോ? തിന്മ ചെയ്തപ്പോൾ ഞാൻ നാണം കെടുത്താത്ത ആ മനുഷ്യനെ ഇപ്പോൾ ഞാൻ നാണം കെടുത്തുമോ? മൂസാ നബിയെ, ഞാൻ പറഞ്ഞു തരില്ല എന്ന് അല്ലാഹു ഹബീബായ മൂസാ നബിയോട് പറഞ്ഞത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഹദീസുകളിലുണ്ട്. തിന്മ ചെയ്തപ്പോ ഞാൻ മാനം കെടുത്തിയിട്ടില്ല, ഇപ്പൊ നന്നായില്ലേ, ഇനി ഞാൻ മാനം കെടുത്തുമോ? ജനങ്ങളിപ്പോ ചോദിക്കണതേ അധികം അങ്ങനെയായിരിക്കും. പണ്ട് തെറ്റ് ചെയ്ത ആളാണല്ലേ, നമ്മൾ അങ്ങനെ ആലോചിക്കുക. ഇയാള് പണ്ട് അങ്ങനെയാണ്, ഇപ്പൊ നന്നായിട്ടുണ്ട്. അങ്ങനെയല്ല. ഒരു മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ നാട്ടുകാർ പഴയ കഥ പറയാം, നന്നായിട്ട് വല്ല കാര്യം പണ്ട് തട്ടിക്കൊണ്ടേതല്ലേ, അതുകൂട്ടിനെ അല്ലെങ്കിൽ അതല്ലേ. അതൊക്കെ ചിലപ്പോ അല്ലാഹു കൊണ്ട് കൊടുത്തു ഇയാൾ തൗബ ചെയ്ത് മടങ്ങിയെങ്കിലോ നാട്ടുകാർ മറക്കൂല, അല്ലാഹു മറക്കുന്ന, അല്ലാഹു കൊടുത്തു തരുന്ന.
തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ റബ്ബിന് ഇഷ്ടമാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കുകയോ തിന്മകൾ ചെയ്യുകയോ ചെയ്തതിന്റെ ശേഷം അല്ലാഹുവിനെ ഓർമ്മ വരികയും അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്നവർ, പാപികൾക്ക് പുറത്തു കൊടുക്കുന്നത് അല്ലാഹു അല്ലാതെ മറ്റാരാണ്? ചെയ്തു പോയ തെറ്റുകൾ നിരന്തരം കൊണ്ടു നടക്കാതെ ഒരു തെറ്റ് പറ്റി, പക്ഷെ അവർ തൗബ ചെയ്ത മടങ്ങി. അങ്ങനെ തൗബ ചെയ്ത് ഉടനെ മടങ്ങുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. അറിഞ്ഞുകൊണ്ട് തിന്മ നിരന്തരം ചെയ്യരുത്. തിന്മ ഒരു ഹാബിറ്റായി കൊണ്ട് നടക്കുക, അങ്ങനെ ചെയ്യരുത്. തിന്മ സംഭവിച്ചു, ഉടനെ നന്മ ചെയ്യുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അല്ലാഹുവിന്റെ ഖുദ്സിയായ ഹദീസ്. യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, മനുഷ്യ എന്ന് അല്ലാഹു തആല വിളിക്കുന്നു. മനുഷ്യ, യബ്ന ആദം, ആദമിന്റെ മക്കളെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഇല്ലാ ഗഫർതു ലക മാ കാന മിൻക വലാ ഉബാലി. നീ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും എന്നോട് തൗബ ചെയ്ത് പാപമോചനം ചോദിച്ച് നീ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ നിനക്ക് ഞാൻ പുറത്തു തരുമെന്ന് അല്ലാഹു ജല്ല ജലാലു പറയുന്നു. അല്ലാഹു പുറത്തു തരും. അല്ലാഹു പുറത്തു തരും. അമ്മയൊക്കെ പുറത്തു തരാൻ, അല്ലെങ്കിൽ അമ്മയൊക്കെ പുറത്തു തരാതെ വരും. അല്ലാഹു പുറത്തു തരും. അല്ലാഹു പുറത്തു തരും. മാ റജൗതനി, എന്നെ നിനക്ക് ആഗ്രഹിക്കുകയും എന്നെ നീ സ്നേഹിക്കുകയും ചെയ്ത് എന്നോട് പാപമോചനം ചെയ്താൽ നിനക്ക് ഞാൻ പുറത്തു തരും. യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, ലോ ബലഗത് ദുനൂബുക അനാന സമാ, നിന്റെ പാപം അട്ടികളായി ആകാശത്തോളം ഉയർന്നു എന്നിരിക്കട്ടെ. സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് പാപമോചനം ചോദിക്കുകയാണെങ്കിൽ ഗഫർതു ലക, നിനക്ക് ഞാൻ പുറത്തു തരും. അല്ലാഹുവിനെ പറയാൻ കഴിയൂ. മനുഷ്യന്മാർ ഒരു തെറ്റ് ചെയ്തു, ഓക്കെ ശരി പോയിക്കോ, അടുത്ത തെറ്റ് മഹാപ്പാക, എന്ത് മഹപ്പ്, ഇതൊരു ജോലിയാണല്ലേ. രണ്ടാമത്തെ തെറ്റിൽ മനുഷ്യന്മാർ ജോലി ലഭിച്ചുകൂടും. ഇങ്ങനെയാണ് മനുഷ്യന്മാർ, അത്രയാണ്. അല്ലാഹു വലിയ ക്ഷമയാണ്, ചോദിക്കും തോറും പുറത്തു തരുന്നവൻ. യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅനാ ഗഫിറു ദുനൂബ ജമീഅ, രാവിലും പകലിലും തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുന്നവനാണെന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റബ്ബിന്റെ പാപമോചനം ചോദിക്കിൻ, നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി റബ്ബിനോട് പാപമോചനം ചോദിക്കിൻ. അല്ലാഹുവേ, നീ നമുക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹു പുറത്തു തരട്ടെ. തവല്ല ബിമാഇ തൗബത്തിൽ യൗമ നാദിമൻ ബിഹി തർക അബ്വാബൽ ജിനാനി സമാനിയ. തൗബയുടെ വെള്ളം കൊണ്ട് കഴുകി നീ ഒന്ന് wuduവെടുക്ക്, തൗബയുടെ വെള്ളം കൊണ്ട് wuduവെടുക്ക്. എന്നാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലേക്ക് ഉയരാൻ അല്ലാഹു നിനക്ക് തൗഫീഖ് തരുമെന്ന് കവി പറഞ്ഞ പോലെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഒരു സമയം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ബനു ഇസ്രായേലിൽ കഴിഞ്ഞുപോയ ഒരാൾ ഒരുപാട് തെറ്റ് ചെയ്തു, പക്ഷേ അയാൾ ഒരൊറ്റ നന്മയാ ചെയ്തത്. ഒന്നുമില്ല, അയാൾ വിശ്വസിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ കലിമ ചൊല്ലി വിശ്വസിക്കുന്ന പോലെ ആ കാലഘട്ടത്തിലെ പ്രവാചകനെ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ലെന്നും ആ കാലഘട്ടത്തെ നബി ആരാണോ അവർ നിന്റെ റസൂലാണെന്ന് ഞാൻ അംഗീകരിച്ചു റബ്ബേ. ഷഹാദത്തായി മുസ്ലിമാണ് എന്നല്ലാതെ ഒരു തിന്മ പോലും ഒഴിവാക്കാത്തൊരു മനുഷ്യന്റെ കഥ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, വിശുദ്ധമായ ഹദീസിലുണ്ട്. അയാൾ ചെയ്യാത്ത തെറ്റില്ല, എല്ലാ തെറ്റും ചെയ്തു. ഉണ്ടോ? എല്ലാ തെറ്റും ഉണ്ടാവില്ലല്ലോ. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെരിങ്ങണ്ണൂർ എന്നങ്ങോട്ട് പറയല്. അല്ലാഹുവേ,
നമ്മൾ ഈ സ്ഥലമൊക്കെ നമുക്ക് നമ്മുടെ ഹിന്ദു സഹോദരങ്ങളാണ് തന്നത് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾ ചെയ്ത നന്മ അള്ളാഹു സ്വീകരിക്കട്ടെ. അവർക്കതിന്റെ പ്രതിഫലം അള്ളാഹു ഈ ലോകത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് ഹിദായത്തിന്റെ കവാടം അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഒരു സൗകര്യമുള്ള സ്ഥലം കിട്ടി വലിയൊരു റാഹത്തല്ലേ. നിങ്ങളുടെ മനസ്സുകൾ തമ്മിലുള്ള ആ ഒരു അടുപ്പവും ബന്ധവും സ്നേഹവുമാണ് അതിന്റെ അടയാളം. അള്ളാഹു ഈ ബന്ധം എന്നും ഇവിടെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ സന്തോഷം. ഞാൻ വരുന്നതിന് മുമ്പേ അറിഞ്ഞു ഇങ്ങനെ ഇവിടുത്തെ നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളാണ് ഈ പരിപാടിക്ക് വേണ്ടി വളരെ സഹകരിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ഈ സ്ഥലം ഇവിടെ ഒരുക്കി തന്നത്. വളരെ സന്തോഷം. ഈ ഒരു മാതൃക നമ്മുടെ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ഈ ഭാരതത്തിലും ലോകത്തെമ്പാടും മാതൃകയാക്കാവുന്ന ഈ പാരസ്പര്യത്തിന്റെ സ്നേഹത്തിന്റെ ഈ മാതൃക അള്ളാഹു ലോകത്ത് നിലനിർത്തിത്തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ കഥാപുരുഷൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നല്ലാതെ വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല. കള്ളുകുടിയും വ്യഭിചാരവും തോന്നിവാസവും എല്ലാം ചെയ്തിട്ടുണ്ട്. മരിക്കാൻ നേരമായപ്പോ മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ അയ്യ അബിൻ കുൻതുലക്കും, ഞാൻ ഇങ്ങനത്തെ വാപ്പയായിരുന്നു മക്കളെ. വാപ്പ മരിച്ചല്ലേ, വാപ്പാനാ നേരത്തെ ടോർച്ചർ ചെയ്യാൻ പാടില്ലല്ലോ. ഖൈറ അബ്, അപ്പൊ നിങ്ങൾ നല്ല വാപ്പയായിരുന്നു. ആര് പറഞ്ഞു? മക്കളൊക്കെ പറഞ്ഞു. ഖൈറ അബിൻ, നല്ല വാപ്പയായിരുന്നു. ഇത് മരിക്കുന്നതിന് മുമ്പ് മക്കള് പറയണം വാപ്പാനെ പറ്റി, വാപ്പ നല്ല വാപ്പയായിരുന്നു. മരിക്കുമ്പോ പിന്നെ അങ്ങനെ വാപ്പാനെ ടെൻഷനാക്കണം. ഖൈറ അബിൻ. വാപ്പ പറഞ്ഞു, മക്കളെ വാപ്പാക്ക് അങ്ങനെ തോന്നുന്നില്ല, വാപ്പാക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനൊരു നന്മയും ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. അല്ലാഹു ഒരുവനാണ്, അവനാണ് ദൈവമെന്നാൽ വിശ്വസിച്ചതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മക്കളെ എനിക്ക് പേടിയാവുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം നിങ്ങൾ തീ വെച്ച് കത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കരിയായി മാറുന്നവരെ നിങ്ങൾ എന്റെ ശവശരീരം കത്തിച്ചു കളയണം. നമ്മുടെ നാടുകളിലൊക്കെ തന്നെ അങ്ങനെ ഉണ്ടല്ലോ അല്ലെ, ഹൈന്ദവ സഹോദരങ്ങളിൽ ചില വിഭാഗങ്ങളൊക്കെ മയ്യത്ത് കത്തിക്കുന്നത് വലിയ വിഷമം തോന്നും. എന്തോ ഒരു വിഷമം തോന്നും. മയ്യത്തല്ലേ. നമ്മുടെ ഇസ്ലാമിക വിശ്വാസപ്രകാരം ജീവിച്ചിരിക്കുന്ന ഒരു മയ്യത്തിന് ജീവിച്ചിരിക്കുന്ന ഒരാളെ കൈപിടിച്ച് ഓടിച്ചാൽ വേദനയാവോ, മരിച്ച മയ്യത്തിനും അത് വേദനിക്കുന്ന ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നമ്മള് അംഗവിച്ഛേദം ചെയ്യരുത് എന്നൊക്കെ പറയാൻ കാരണം, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്തനുഭവിക്കാൻ കഴിയുന്നത് മരിച്ച ആൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് ആകാശ ലോകത്തുനിന്ന് വിവരം കിട്ടുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ കലാഭവമണി വെച്ചപ്പെട്ടുള്ള സെലിബ്രിറ്റി സങ്കടം തോന്നും. ഇതിനാകെ ഈ കത്തിച്ചു കളയണത്. ഒരു കബറ് കുഴിച്ചു അത് മണ്ണിലേക്ക് വെച്ചൂടെ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ. അന്തരീക്ഷത്തിന് പൊല്യൂഷൻ ഇല്ല, ചെലവില്ല, കുറെ നെയ്യ് ഒഴിക്കണ്ട, കുറെ ചന്ദനം മരം ചെലവാക്കില്ല. എന്തിനാണ് ഒരു മയ്യത്തിനെ അനാദരവ് ചെയ്യല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. അതോടൊക്കെ ഹിന്ദു സഹോദരങ്ങളൊക്കെ ഉള്ളതാണ്. എനിക്ക് ഏത് വിഷമം തോന്നാറുണ്ട് കാണുമ്പോൾ. അതേ ഒരു പച്ച മനുഷ്യനെ എന്തിന് കത്തിക്കണം, എന്തിനങ്ങനെ ചെയ്യണം? ആദരവോടുകൂടെ ഇസ്ലാമിന്റെ സിസ്റ്റം നോക്കണേ. മരിച്ചു കഴിഞ്ഞാൽ ഏത് കുളിക്കാത്താണെങ്കിൽ പോയി കുളിപ്പിക്കും അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കും. മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ കുളിക്കാതെ നടക്കുന്നവരെ ഉണ്ടാവും. ഏതൊരുത്തനെ കുറിച്ചുകൊണ്ട് വന്നിട്ട് ഒരു യാചകനായി വന്ന ഒരാളെ കഥ പറയാറുണ്ട്. ഇങ്ങനെ എന്നിട്ട് നാട്ടിലത്തെ കുറച്ച് ചെറുപ്പക്കാർക്ക് പിരിവിട്ട് കൂടി മുപ്പരൊന്ന് കുളിപ്പിക്കാൻ തീരുമാനിച്ചു. പുഴയിൽ കൊണ്ടേ ചളി പിടിച്ച് കിടന്നിട്ടേ കുളിപ്പിക്കാൻ കൊണ്ട് പുഴയിൽ എന്തോ സോപ്പൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് 2-3 ചെറുപ്പക്കാർ വെള്ളത്തിലിറക്കിയിട്ട് വണ്ടി കഴുകണ പോലെ ഇയാളെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ സോപ്പൊക്കെ ഒരച്ചരച്ച് വന്ന പൊരുത്തം വിളിച്ചു പറഞ്ഞിട്ട് വെളുത്തു വരുന്നുണ്ട്. വെളുത്തു വരുന്ന പറയുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന ബനിയന്റെ കളറാണ് കണ്ടത്. കുളിച്ച് ജീവിതത്തിൽ കുളിക്കാതെ മരിച്ചാൽ കുളിപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. മയ്യത്ത് കുളിപ്പിക്കണ്ടേ? മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഹാനൂത്ത് പുരട്ടി. ഹാനൂത്ത് സുഗന്ധം, അന്ന് കിട്ടുന്ന സുഗന്ധം അതാണ്. എത്രയും നല്ല സുഗന്ധമായി മയ്യത്തിന് നല്ല വൃത്തിയിൽ മറവ് ചെയ്ത് അന്തത്തിൽ കുഴി പിടിച്ച് ഒരു മൃഗത്തിന് മാന്തിയെടുക്കാൻ പറ്റാത്ത ആഴമുള്ള ഖബറിൽ ഖബറിലേക്ക് തിരിച്ച് അന്തത്തിൽ കിടത്തി മേലെ ഉരുടീസ് കല്ല് വെച്ച് മയ്യത്തിന്റെ മീതെ മണ്ണ് വീഴാത്ത രീതിയിൽ അടച്ചു വെച്ച് മനോഹരമായി അവർക്ക് ദുആ ചെയ്തുകൊണ്ട് പോരാൻ. ഈ ഒരു റാഹത്ത് നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളിൽ പലർക്കും കിട്ടാതെ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം തോന്നാം. ഇന്ന് മനുഷ്യനെ ആദരിക്കണ്ടേ? വിശ്വാസങ്ങൾ എന്തോ ആകട്ടെ, പക്ഷേ ഈ കരിച്ച
ഒരു മയ്യത്തിനെ ദുന്യാവിൽ നരകം കൊടുക്കണ പോലെയല്ലേ അത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടായി എന്തോ തോന്നുന്നു. ആ സിസ്റ്റം ഒഴിവാക്കാനോ മാറ്റാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത്. പക്ഷേ എന്റെ ഒരു വിഷമം വരെ ഇവിടെ എന്ത് സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, വസിയത്ത് പോലും മരിച്ചാൽ മറവ് ചെയ്തൊക്കെയാണ്.